സ്വാഗതം. നമ്മളിന്ന് ദ ഹിന്ദു പത്രത്തിലെ വാർത്തകളും ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സും അടിസ്ഥാനമാക്കി ഒരു പ്രധാന വിഷയം ചർച്ച ചെയ്യുകയാണ്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്. ഈ ആശയവും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരമായ ചില ആശങ്കകളുമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, UPSC പരീക്ഷകൾക്ക്, അതായത് പ്രിലിംസ്, മെയിൻസ്, എസ്സേ, ഇതിനൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പ്രിലിംസിലെ ഇന്ത്യൻ പോളിറ്റി, ഗവേണൻസ് ഭാഗത്തും പിന്നെ മെയിൻസിലെ GS പേപ്പർ 2ലും ഇത് നേരിട്ട് വരാവുന്ന വിഷയമാണ്. അതെ, നമ്മളിവിടെ ഈ സ്രോതസ്സുകളിലെ പ്രധാന പോയിന്റുകളും അതിലെ നിയമപരമായ ചോദ്യങ്ങളും ഭരണപരമായ കാര്യങ്ങളും ഇതൊക്കെ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ശരി, അപ്പോൾ എന്താണ് ഈ ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം? എന്താണ് ഇതിന്റെ ഒരു കാതൽ? അതായത് ലോകസഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക. ഒരേ സമയം? അതെ. ലക്ഷ്യങ്ങൾ: ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ചെലവ് ഭയങ്കരമായി കുറയ്ക്കുക. പിന്നെ ഭരണത്തിലൊരു സ്ഥിരത കൊണ്ടുവരിക. അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാം അല്ലേ? അതെ അതെ. ഭരണപരമായ കാര്യങ്ങൾ മുടങ്ങില്ല. ഇതൊക്കെയാണ് വാദങ്ങൾ. ഈ ലക്ഷ്യങ്ങളൊക്കെ വെച്ചാണ് പുതിയൊരു ഭരണഘടനാ ഭേദഗതി ബിൽ, അതായത് 129ാം ഭേദഗതി ബിൽ 2024 ഇപ്പോൾ ചർച്ചയിലുള്ളത്. പക്ഷേ ഇവിടെയാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. മുൻ ചീഫ് ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, JS ഖെഹർ ഇവരൊക്കെ ഇതിലെ ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടുന്ന ഒരു അധികാരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തിലാണോ പ്രശ്നം? അതെ, അവരതിനെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ബില്ലിലെ സെക്ഷൻ 82A(5). എന്താണ് ആ സെക്ഷൻ പറയുന്നത്? അതായത്, ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടെ നടത്താൻ പറ്റില്ലെന്ന് കമ്മീഷന് തോന്നിയാൽ ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാം. ആർക്ക്? കമ്മീഷന്? അതെ, കമ്മീഷന്. പക്ഷെ ഇതിനൊരു മേൽനോട്ട സംവിധാനം ഇല്ല, പറയാൻ അവസരം വേണമെന്ന് ജസ്റ്റിസ് ഖെഹർ തന്നെ പറഞ്ഞിരുന്നു. ശരി. അപ്പോ അധികാരം ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് പോകുമോ എന്ന പേടിയാണ്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇവിടെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം, അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ പ്രസക്തമാവുന്നത്. ഇത് പ്രിലിംസിന് പ്രധാനപ്പെട്ട ഒരു കോർ കോൺസെപ്റ്റ് ആണ്. തീർച്ചയായും. ഈ ബിൽ നേരിട്ട് അടിസ്ഥാന ഘടനയെ മാറ്റുന്നില്ല എന്നാണ് മുൻ CJമാർ പറയുന്നതെങ്കിലും എങ്കിലും ഈ അധികാര വികേന്ദ്രീകരണം, ഫെഡറൽ തത്വങ്ങൾ ഇതൊക്കെ എങ്ങനെ ബാധിക്കപ്പെടുമെന്ന ചോദ്യം അത് വളരെ വലുതാണ്. ശരിയാണ്. ഇതിന്റെ ഒരു പ്രായോഗിക വശം നോക്കിയാൽ, ഇപ്പോൾ ഒരു നിയമസഭാ കാലാവധി തീരും മുൻപ് പിരിച്ചുവിട്ടെന്ന് വയ്ക്കുക. അപ്പോൾ എന്തു ചെയ്യും? ബാക്കിയുള്ള കുറഞ്ഞ കാലത്തേക്ക് വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വരില്ലേ? വരും. അപ്പോ പിന്നെ ഈ ചെലവ് ചുരുക്കൽ എന്ന ലക്ഷ്യം അത് നടക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതൊരു പ്രധാന പ്രായോഗിക വെല്ലുവിളി തന്നെയാണ്. മെയിൻസ് പരീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് GS പേപ്പർ 2വിലെ ഫെഡറലിസം ഭാഗത്ത് ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ ഒരു ദോഷവശമായിട്ട് പറയാവുന്നത്, ചിലപ്പോ ദേശീയ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും. സംസ്ഥാന വിഷയങ്ങളെക്കാൾ. അതെ. അപ്പൊ ഈ പ്രാദേശിക പാർട്ടികൾക്കും പ്രാദേശിക വിഷയങ്ങൾക്കും ഒരു പ്രസക്തി കുറവ് വരുമോ എന്നൊരു വാദമുണ്ട്. അത് ശരിയാണ്. ഫെഡറൽ ഘടനയെ ഇത് ബാധിക്കാം. തീർച്ചയായും. അതൊരു പ്രധാന മെയിൻസ് പെർസ്പെക്റ്റീവ് നോട്ടാണ്. ദോഷവശം. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ ഗുണങ്ങളുമുണ്ട്. ചെലവ് കുറയും, പിന്നെ ഈ പെരുമാറ്റച്ചട്ടം കാരണം ഭരണസ്തംഭനം ഉണ്ടാവുന്നത് ഒഴിവാക്കാം. ഉണ്ട്, ഗുണങ്ങളുണ്ട്. അപ്പൊ ഇതെങ്ങനെ ബാലൻസ് ചെയ്യും? അതാണ് കാര്യം. അതുകൊണ്ടാണ് ഇതിനൊരു വളരെ വിശാലമായ രാഷ്ട്രീയ സമവായം വേണമെന്ന് പറയുന്നത്. ശരി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾക്ക് കൃത്യമായ ഒരു നിയന്ത്രണവും മേൽനോട്ടവും വേണം. പിന്നെ നമ്മുടെ ഫെഡറൽ തത്വങ്ങൾ ദുർബലപ്പെടാതെ. എന്നാൽ കാര്യക്ഷമത കൂട്ടുകയും വേണം. അതെ, അങ്ങനെയൊരു നിയമചട്ടക്കൂടാണ് ആവശ്യം. ഇതൊരു സന്തുലിതമായ കാഴ്ചപ്പാടായിട്ട് മെയിൻസിന് വേണ്ടി ഓർത്തുവെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം, അതിന്റെ ലക്ഷ്യങ്ങൾ, കമ്മീഷന് അധികാരം സംബന്ധിച്ച ആശങ്കകൾ, ഫെഡറലിസത്തെ ഇത് ബാധിക്കാവുന്ന രീതികൾ, പിന്നെ ഗുണദോഷങ്ങൾ പരിഗണിച്ച് ഒരു സമവായത്തോടെയും മേൽനോട്ടത്തോടെയും മുന്നോട്ടു പോകണം എന്ന നിർദ്ദേശം. ഇതൊക്കെയാണല്ലേ? അതെ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഭരണപരമായ സൗകര്യത്തിനും പണം ലാഭിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ പ്രാദേശികമായ വിഷയങ്ങൾക്കും പാർട്ടികൾക്കും ഉള്ള സ്ഥാനം കുറഞ്ഞു പോകുമോ?
അതിന്റെ ഒരു ദീർഘകാല ഫലം എന്തായിരിക്കും? ഇതൊരു പ്രധാന ചിന്തയാണ്. എന്തായാലും ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അമേരിക്ക ഒരു UN ഒഫീഷ്യലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനെക്കുറിച്ചാണ്. കുറച്ച് വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ ഈ വിഷയം UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ പ്രധാനപ്പെട്ടതാവുന്നെന്ന് നോക്കാം. പ്രിലിംസിന് ഈ UNHRC, ICC, ICJ പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ അവയുടെ ഘടന, ഉത്തരവാദിത്തം ഒക്കെ അറിഞ്ഞിരിക്കണം. ശരിയാണ്. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2-ൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അതുപോലെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ബാധിക്കുന്ന നയങ്ങൾ, ഈ ബഹുമുഖ കൂട്ടായ്മകൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത് വരും. അപ്പോൾ എന്താണ് ഈ വാർത്തയുടെ ഒരു കാതൽ? സംഭവം ഇതാണ്. പാലസ്തീനിലെ മനുഷ്യാവകാശങ്ങൾക്കായുള്ള UN പ്രത്യേക റിപ്പോർട്ടറുണ്ടല്ലോ, ഫ്രാൻസിസ്ക ആൽബനീസ്. ഓക്കെ. അവർക്കെതിരെയാണ് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇസ്രായേലിനെതിരെ സംസാരിച്ചു. പിന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, അതായത് ICC, അതുമായി സഹകരിച്ച് പ്രവർത്തിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. ഒരു UN ഒഫീഷ്യലിനെതിരെ ഒരു രാജ്യം തന്നെ നേരിട്ട്, അത് കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ? ഇതിന്റെ ഒരു എന്താ പറയാ, പ്രശ്നങ്ങൾ എന്തൊക്കെ വരാം? തീർച്ചയായും യാത്രവിലക്ക് വരാം, ചിലപ്പോ ആസ്തി മരവിപ്പിക്കൽ വരെ ഈ ഉപരോധത്തിലുണ്ടാകാം. അത്ര വരെ പോകുമോ? സാധ്യതയുണ്ട്. കാരണം യുദ്ധത്തിന് സാമ്പത്തിക സഹായം ചെയ്യുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് അൽബനീസ് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതാണ് അമേരിക്കയെ ശരിക്കും പ്രകോപിപ്പിച്ചത്. ഓഹോ. അപ്പോ UNHRC, അതായത് UN മനുഷ്യാവകാശ കൗൺസിൽ തന്നെ അംഗീകാരം കൊടുത്തൊരു ജോലിക്കെതിരെയാണ് ഈ നടപടി എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം. അതായത് UN സിസ്റ്റത്തിനകത്ത് നിന്നുള്ള ഒരു പ്രവർത്തനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പോലെ. അതെ, അതുതന്നെ. ഇതൊരു അപകടകരമായ കീഴ്വഴക്കമെന്നും പല രാജ്യങ്ങളും ഒരുമിച്ച് തീരുമാനങ്ങളെടുക്കുന്ന ആ ഒരു രീതിയില്ലേ, ബഹുമുഖ ലോകക്രമം, അതിനെ ഇത് ദുർബലപ്പെടുത്തുമെന്നും UN തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഈയടുത്ത് ബ്രിക്സ് ഉച്ചകോടി നടന്നല്ലോ. നടന്നു. അവിടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായുള്ള ചില കാര്യങ്ങൾ, ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയ നിലപാടിനെ പരോക്ഷമായി സൂചിപ്പിച്ച് സംസാരിച്ചിരുന്നു. ഈ നീക്കം വെറുമൊരു ഉപരോധം എന്നതിലുപരി അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെയുള്ളൊരു വെല്ലുവിളിയാണ്. ശരി. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ചില വാക്കുകൾ, UN സ്പെഷ്യൽ റാപ്പർട്ടർ എന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്താണ് സംഭവം? ഒന്നുകൂടി വ്യക്തമാക്കാമോ? സാധാരണ UN ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യാസമുണ്ടോ? നല്ല ചോദ്യമാണ്. ഈ സ്പെഷ്യൽ റാപ്പർട്ടർമാർ എന്ന് പറയുന്നത് UNHRC നിയമിക്കുന്ന സ്വാതന്ത്ര്യ വിദഗ്ധരാണ്. അവർ ശരിക്കും UN സ്റ്റാഫ് അല്ല. ഓക്കെ. പക്ഷേ UN മാൻഡേറ്റോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക വിഷയത്തിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ ഉള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ പഠിക്കുക, റിപ്പോർട്ട് ചെയ്യുക, അതാണ് ദൗത്യം. അവരുടെ കണ്ടെത്തലുകൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ UNHRCയോ? UNHRCയാണ് ലോകത്ത് മനുഷ്യാവകാശങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള UNന്റെ പ്രധാന ബോഡി. ജനീവയിലാണ് അതിന്റെ ആസ്ഥാനം. ശരി. ഇനി ആ ICC, ICJ വ്യത്യാസം കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒന്നാണത്. അതെ. ICC, അതായത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, അത് പ്രധാനമായിട്ടും യുദ്ധക്കുറ്റങ്ങൾ, വംശഹത്യ പോലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തികളെ വിചാരണ ചെയ്യുന്ന സ്ഥലമാണ്. വ്യക്തികളെ. അതെ. അതുകൊണ്ടാണ് അൽബനീസിന്റെ ICC സഹകരണം ഒരു പ്രശ്നമായത്. എന്നാൽ ICJ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അത് രാജ്യങ്ങൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുന്ന UNന്റെ പ്രധാന കോടതിയാണ്. ഹേഗിലാണ് രണ്ടും ഉള്ളത്, പക്ഷെ രണ്ടും രണ്ടാണ്. ഓക്കെ. ഇന്ത്യ ICCയിൽ അംഗമല്ല എന്നതും ഓർത്തിരിക്കണമല്ലേ? അതെ, അത് പ്രധാനമാണ്. ഇന്ത്യ ICC സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ചിട്ടില്ല. പക്ഷേ ICJയുടെ കാര്യത്തിൽ നമ്മൾ കക്ഷിയാകുമ്പോൾ അതിന്റെ അധികാരം അംഗീകരിക്കാറുണ്ട്. ശരി. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഓർത്തുവെച്ചാൽ മെയിൻസ് പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ സഹായകമാകും. ഇനി ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എന്താണ് അതിന്റെ പ്രസക്തി? നോക്കൂ, അമേരിക്കയെപ്പോലെ ഒരു വലിയ രാജ്യം, ഒരു പ്രധാന രാജ്യം, ഏകപക്ഷീയമായിട്ടൊരു UN സംവിധാനത്തെയും അതിന്റെ പ്രതിനിധിയെയും ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നത് നിയമങ്ങളിൽ അധിഷ്ഠിതമായൊരു ലോകക്രമത്തിനു വേണ്ടി വാദിക്കുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് അമേരിക്കയുമായും നല്ല ബന്ധമുണ്ട്, ഇസ്രയേലുമായും നല്ല ബന്ധമുണ്ട്. അതേസമയം പാലസ്തീൻ വിഷയത്തിൽ നമുക്കൊരു പരമ്പരാഗതമായ പിന്തുണയുമുണ്ട്. അപ്പോൾ ഇതിനിടയിലൊരു ബാലൻസ് കണ്ടെത്തുക,
എന്നത് ഇന്ത്യക്ക് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. ശരിയാണ്. നയതന്ത്രപരമായിട്ട് ശ്രദ്ധിക്കണം. അതെ. ബ്രിക്സ് കൂട്ടായ്മയിൽ ഇന്ത്യയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് കാണിക്കുന്നത് ഈ ബഹുമുഖ സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള ഇന്ത്യയുടെ താൽപ്പര്യമാണ്. കാരണം ഇത്തരം ഒറ്റപ്പെട്ട ഉപരോധങ്ങൾ UN സിസ്റ്റത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കും. അന്താരാഷ്ട്ര നിയമങ്ങളെ ചോദ്യം ചെയ്യും. മനുഷ്യാവകാശ പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനും ഇതിടയാക്കില്ലേ? തീർച്ചയായും അതിനുള്ള സാധ്യതയുമുണ്ട്. അപ്പോ ഈ സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെയുള്ളൊരു സമീപനമാണ് മുന്നോട്ട് വെക്കേണ്ടത്? എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ഇത്തരം ഏകപക്ഷീയമായ ഉപരോധങ്ങളെ എതിർക്കണം. അത് വ്യക്തമായി പറയണം. പകരം സംഭാഷണത്തിലൂടെ, ഡിപ്ലോമാസിയിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ ബ്രിക്സ്, SCO, പിന്നെ UN പോലുള്ള വേദികളില്ലേ, അവിടെയെല്ലാം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായൊരു ലോകക്രമത്തിനായിട്ട് നമ്മൾ വാദിക്കണം. നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകളൊക്കെ നിലനിർത്തണം. പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങളോടും മനുഷ്യാവകാശങ്ങളോടുമുള്ള നമ്മുടെ ഒരു നിലപാട് അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. വെടിനിർത്തലിനും സഹായം എത്തിക്കുന്നതിനും മുൻഗണന കൊടുക്കണമെന്നുള്ള നിലപാട് തുടരണം. ശരി. അപ്പോൾ ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾ വർദ്ധിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN പോലുള്ള സ്ഥാപനങ്ങളുടെയും ഭാവി എന്താകുമെന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, തീർച്ചയായും. ഈ ചർച്ച നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാനൊരു സഹായമായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ പഠനമാധ്യമം. അതെ. ഒരു ലേഖനം മുന്നിലുണ്ട്. പഠനമാധ്യമം, നയവും ജനകീയ അഭിലാഷവും. ഇതിൽ ഒരു വശത്ത് നയങ്ങൾ, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, മറുവശത്ത് സാധാരണക്കാരുടെ, രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾ. രണ്ടും തമ്മിലൊരു ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇത് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഓഹോ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്? നോക്കൂ, പ്രിലിംസിന് ഇത് ഇന്ത്യൻ പോളിറ്റി, പിന്നെ സാമൂഹിക വിഷയങ്ങൾ, സർക്കാർ നയങ്ങൾ എന്നിവയുടെ ഭാഗമായിട്ട് വരാം. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെടുത്തിയും ചോദിക്കാമോ? ചോദിക്കാം. ആർട്ടിക്കിൾ 19, 21 വ്യാഖ്യാനിക്കുമ്പോൾ വരാം. പിന്നെ മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 1-ൽ സാമൂഹിക ശാക്തീകരണം, ഇന്ത്യയുടെ വൈവിധ്യം, അതുപോലെ GS പേപ്പർ 2-ൽ വിദ്യാഭ്യാസം, സർക്കാർ നയങ്ങൾ, അവയുടെ നടത്തിപ്പ്, സാമൂഹ്യനീതി. ഇതിലെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മാതൃഭാഷയാണ് അല്ലേ ആദ്യഘട്ടത്തിൽ? അതെ. അവരുടെ ഗ്രാഹ്യശേഷിക്ക്, ചിന്താശേഷിക്കൊക്കെ മാതൃഭാഷയാണ് നല്ലതെന്നാണ് പൊതുവെയുള്ള കണ്ടെത്തൽ. എന്നാൽ നമ്മൾ പുറത്തു കാണുന്നത് അതല്ല. മിക്ക രക്ഷിതാക്കളും, എന്തിന് സാമ്പത്തികമായി പിന്നോട്ടു നിൽക്കുന്നവർ പോലും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാനാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത്. അത് വളരെ ശരിയാണ്. അവിടെയാണ് ആ നയവും യാഥാർത്ഥ്യവും തമ്മിലുള്ളൊരു വിടവ് നമ്മൾ കാണുന്നത്. പിന്നെ 2014-ലെ സുപ്രീം കോടതി വിധി കൂടി ഓർക്കണം. ആ വിധി എന്തായിരുന്നു? പഠനമാധ്യമം തിരഞ്ഞെടുക്കാനുള്ള അവകാശം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമാണെന്നും സർക്കാരിനത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലെന്നും കോടതി പറഞ്ഞു. അപ്പോൾ അത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. കാരണം ഒരു വശത്ത് ആഗോള തൊഴിൽ വിപണി, അവിടെ ഇംഗ്ലീഷിന് നല്ല പ്രാധാന്യമുണ്ട്, അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. ശരിയാണ്. മറുവശത്ത് ലേഖനം പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, പിന്നാക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ ഒക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ഒരു സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഒരു ടൂളായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോ ഇംഗ്ലീഷ് ഒരു ഭാഷ എന്നതിനേക്കാൾ ഒരു സോഷ്യൽ മൊബിലിറ്റി ടൂൾ കൂടിയാവുന്നു. ചരിത്രപരമായ വിവേചനങ്ങൾ മറികടക്കാൻ അതൊരു വഴിയായി അവർ കാണുന്നു. അപ്പോ സർക്കാർ സ്കൂളുകളിൽ വേണ്ടത്ര ഇംഗ്ലീഷ് മീഡിയം സൗകര്യമില്ലെങ്കിൽ അത് നിലവിലുള്ള സാമൂഹികാസമത്വം കൂട്ടുകയല്ലേ ചെയ്യുക? കൃത്യമായി പറഞ്ഞാൽ അതെ, അത് അസമത്വം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ ചർച്ച നന്നായി മനസ്സിലാക്കാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ അല്ലെങ്കിൽ കോർ കോൺസെപ്റ്റ്സ് നോക്കുന്നത് നല്ലതാവും. ശരി. ഒന്ന്, പഠനമാധ്യമം അഥവാ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കാനും പുസ്തകങ്ങൾക്കും പരീക്ഷയ്ക്കും ഉപയോഗിക്കുന്ന പ്രധാന ഭാഷ. അതെ, ഹിന്ദി സംസ്ഥാനങ്ങളിൽ ഹിന്ദി, ഇംഗ്ലീഷ് വേറൊരു ഇന്ത്യൻ ഭാഷ, അല്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഭാഷ ഇംഗ്ലീഷ്, ഹിന്ദി. പക്ഷേ ഇതിന്റെ നടത്തിപ്പ് പലപ്പോഴും ഒരു പ്രശ്നമായിട്ടുണ്ട്. ശരിയാണ്. NEP 20-ന്റെ കാര്യം പറഞ്ഞല്ലോ, അതും മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകുന്നില്ലേ? നൽകുന്നുണ്ട്. NEP 20 പറയുന്നത് 5ാം ക്ലാസ് വരെയെങ്കിലും, പറ്റുമെങ്കിൽ 8ാം ക്ലാസ് വരെ പഠനം മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ ആകണമെന്നാണ്.
പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, ശുപാർശ. ഇതൊരു റെക്കമെൻഡേഷനാണ്, നിർബന്ധമല്ല. ഓ, അപ്പൊ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. അതെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. അപ്പോ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കണം? എന്തൊക്കെ പോയിന്റ്സ് ആണ് ഓർക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് വെറും ഒരു വിദ്യാഭ്യാസ പ്രശ്നമല്ല. അല്ല. ഇത് വിദ്യാഭ്യാസപരമായ ആശയങ്ങളും, അതായത് പെഡഗോജിക്കൽ ഐഡിയൽസ്, പിന്നെ സാധാരണക്കാരന്റെ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഒരു ക്ലാഷാണ്. ശരിയാണ്. നയങ്ങൾ നല്ല പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് അവസരങ്ങളെക്കുറിച്ചാണ്. അതെ, തൊഴിൽ, ഉയർന്ന വിദ്യാഭ്യാസം, സാമൂഹിക നില, അങ്ങനെ. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം, സാമൂഹിക ശ്രേണി, സാമ്പത്തികം, സാമൂഹ്യനീതി, പിന്നെ ഗവേണൻസ്, ഇതെല്ലാം ചേർന്നൊരു സങ്കീർണ വിഷയമാണ്. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സംബന്ധിച്ച ഏത് തീരുമാനവും ലക്ഷക്കണക്കിന് കുട്ടികളുടെ, പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കും. അപ്പോൾ ഒരു ബാലൻസ് എങ്ങനെ കണ്ടെത്താം? മാതൃഭാഷയുടെ ഗുണങ്ങൾ തള്ളിക്കളയാനും പറ്റില്ല, എന്നാൽ ഇംഗ്ലീഷിനോടുള്ള ഈ താൽപ്പര്യം അവഗണിക്കാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ശരിക്കും ഒരു നയത്തിന്റെ വിജയം നമ്മൾ അളക്കേണ്ടത് അത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവരെ എങ്ങനെ സഹായിക്കുന്നു എന്നൊക്കെയാണ്. ശരിയാണ്. ഒരുപക്ഷെ പ്രായോഗികമായ ഒരു വഴി മാതൃഭാഷയിൽ നല്ലൊരു അടിത്തറ കൊടുക്കുന്നതിനോടൊപ്പം 1ാം ക്ലാസ് മുതൽ തന്നെ നിലവാരമുള്ള ഇംഗ്ലീഷ് പഠനം ഉറപ്പാക്കുക എന്നതായിരിക്കാം. ഒരു ബൈലിംഗ്വൽ അപ്രോച്ച് പോലെ. ഒരു തരത്തിലതെ. അതോടൊപ്പം സർക്കാർ സ്കൂളുകളിൽ തന്നെ ആവശ്യത്തിനനുസരിച്ച് 2 മീഡിയവും കൊടുത്ത് തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നത് ഒരു പരിധിവരെ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ സഹായിക്കും. ശരിയാണ്. കുട്ടികൾക്ക് ഒന്നിലധികം ഭാഷകളിൽ പ്രാവീണ്യം നേടാൻ കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അതെ, അൾട്ടിമേറ്റ് ലക്ഷ്യം അതുതന്നെ ആവണം. അവരുടെ അവസരങ്ങൾ കൂടുകയാണല്ലോ വേണ്ടത്. അപ്പോ ഈ വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങളും ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ആഗ്രഹങ്ങളും തമ്മിലുള്ള വിടവ് നികത്തുക എന്നത് നയരൂപീകരണത്തിലെ ഒരു വലിയ ചോദ്യമായി തുടരുന്നു. അതെ, അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഈ ചിന്തകളോടെ നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ശ്രദ്ധ തിരിക്കാം. സ്വാഗതം. ഇന്ന് നമ്മൾ 2025-ലെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടൊന്ന് വിശദമായി നോക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന്. അതെ. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. പ്രിലിംസിൽ റിപ്പോർട്ടുകൾ, സൂചികകൾ, പിന്നെ സ്ത്രീ ശാക്തീകരണം, ആരോഗ്യം, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, ഈ ജനസംഖ്യാശാസ്ത്രം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ശരിയാണ്. മെയിൻസിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, മെയിൻസിലും GS പേപ്പർ 1, 2, 3, എന്തിന് essay പേപ്പറിൽ പോലും ഇത് ഉപയോഗപ്രദമാകും. അപ്പോൾ നമുക്ക് നേരെ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകളിലേക്ക് കടന്നാലോ? കടക്കാം. 148 രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഇന്ത്യയുടെ സ്ഥാനം 131. ഇത് എന്താ പറയാ, അത്ര നല്ലൊരു സ്ഥാനമല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്ര പിന്നിലായി പോയത്? നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. പ്രധാനമായും 2 മേഖലകളിലാണ് ഇന്ത്യയുടെ പ്രകടനം ഏറ്റവും ദുർബലമായി കാണുന്നത്. ഏതൊക്കെയാണവ? ഒന്ന്, സാമ്പത്തിക പങ്കാളിത്തവും അവസരങ്ങളും, അതായത് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. ശരി. 2, ആരോഗ്യവും അതിജീവനവും, ഹെൽത്ത് ആൻഡ് സർവൈവൽ. ഈ ആരോഗ്യത്തിന്റെ കാര്യമെടുത്താൽ പറയൂ. ജനനസമയത്തെ ലിംഗാനുപാതം, സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയില്ലേ, അത് ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിലാണ് ഇന്ത്യയിൽ. ഹോ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണല്ലോ. അതെ, ഇത് സമൂഹത്തിൽ ആൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു മുൻഗണന മാത്രമല്ല കാണിക്കുന്നത്, ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു സാമൂഹിക അസന്തുലിതാവസ്ഥ കൂടിയാണിതുണ്ടാക്കുന്നത്. ശരിയാണ്. അതോടൊപ്പം തന്നെ 15-നും 49-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളില്ലേ, അവരിൽ 57% പേർ വിളർച്ച, അതായത് അനീമിയ ബാധിച്ചവരാണ്. 57%? അതെ, ഇത് അവരുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവരുടെ പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള ശേഷിയെ വരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോ ആരോഗ്യരംഗത്തെ ഈ പ്രശ്നങ്ങളെ പോലെ തന്നെ സാമ്പത്തിക കാര്യത്തിലും അവസ്ഥ അത്ര മെച്ചമല്ലല്ലേ? ഒട്ടും മെച്ചമല്ല. ഈ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം 143 ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശരിയാണ്, 143. വരുമാനത്തിന്റെ കാര്യം നോക്കിയാൽ പുരുഷന്മാർ സമ്പാദിക്കുന്നതിന്റെ ഏതാണ്ട് 1/3 താഴെയാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്. വളരെ കുറവാണത്. പോരാത്തതിന് ടൈം യൂസ് സർവേ പ്രകാരം ശമ്പളമില്ലാത്ത വീട്ടുജോലികൾ, ഈ അൺപെയ്ഡ് കെയർ വർക്ക് എന്ന് പറയുന്നത്
അതിനുവേണ്ടി ഇന്ത്യൻ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഏതാണ്ട് 7 ഇരട്ടി സമയം ചെലവഴിക്കുന്നു. 7 ഇരട്ടി, അതൊരു വലിയ കണക്കാണ്. ഇതവരുടെ സാമ്പത്തികമായ മുന്നേറ്റത്തിനൊരു വലിയ തടസ്സം തന്നെയല്ലേ? തീർച്ചയായും വലിയൊരു തടസ്സം തന്നെയാണ്. പിന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വേൾഡ് ഇക്കണോമിക് ഫോറം WEF ആണെന്ന് ഓർക്കണമല്ലോ. അതെ. അവർ പ്രധാനമായും 4 കാര്യങ്ങളാണ് നോക്കുന്നത്: സാമ്പത്തിക പങ്കാളിത്തം, വിദ്യാഭ്യാസത്തിലെ നേട്ടങ്ങൾ, ആരോഗ്യം, പിന്നെ രാഷ്ട്രീയ ശാക്തീകരണം. ഈ 4 മാനദണ്ഡങ്ങൾ വെച്ചാണ് റാങ്കിംഗ്, അല്ലേ? അതെ, ഈ 4 കാര്യങ്ങളിലെ ലിംഗവിടവ് അളന്നിട്ടാണ് അവർ സ്കോർ കൊടുക്കുന്നത്. 0 മുതൽ 1 വരെയാണ് സ്കെയില്. 0 എന്ന് പറഞ്ഞാൽ പൂർണ്ണ അസമത്വം, 1 പൂർണ്ണ സമത്വത്തെയും കാണിക്കുന്നു. അപ്പോ ഇന്ത്യയുടെ ഈ റാങ്കിങ്ങും ഈ കണ്ടെത്തലുകളുമൊക്കെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് എന്താണ് ശരിക്കും പറയുന്നത്? ഇത് ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ആ പുരുഷാധിപത്യ സാമൂഹിക വ്യവസ്ഥയുടെ ഒരു പ്രതിഫലനം തന്നെയാണ്. ശരിയാണ്. നയങ്ങളുണ്ടാക്കുമ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിനോ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനോ വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല. അത് ഈ ശമ്പളമില്ലാത്ത പരിചരണ ജോലികൾ, അൺപെയ്ഡ് കെയർ വർക്ക്, അത് GDPയിൽ പോലും കണക്കാക്കുന്നില്ല. അതെ. അതുകൊണ്ട് തന്നെ അവരുടെ സംഭാവനകൾക്കൊരു അംഗീകാരം കിട്ടാതെ പോകുന്നു. അതൊരു പ്രധാന പോയിന്റാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ പ്രായമായവരുടെ ജനസംഖ്യ ഏകദേശം ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. ഏതാണ്ട് 20% വരും, അല്ലേ? അതെ, 20%. അങ്ങനെയൊരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. അതൊരു സാമൂഹിക ആവശ്യം മാത്രമല്ല, ഒരു സാമ്പത്തിക അനിവാര്യത കൂടിയായി മാറും. എന്നാൽ ചില നല്ല കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ. വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂളിൽ ചേരുന്ന കാര്യത്തിൽ പുരോഗതിയുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അതുപോലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം, പിന്നെ ഈ ബേഡി ബച്ചാവോ ബേഡി പഠാവോ പോലുള്ള പദ്ധതികൾ, ഇതൊക്കെ നല്ല ചുവടുവെപ്പുകൾ തന്നെയല്ലേ? അതെ, തീർച്ചയായും. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യവും അതൊക്കെ വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ്. എന്നാൽ വെല്ലുവിളികൾ ഇപ്പോഴും ഒരുപാടുണ്ട്. എന്തൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ? പ്രധാനമായും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക്, അതായത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് അല്ലെങ്കിൽ LFPR, അത് ഇപ്പോഴും വളരെ കുറവാണ്. പിന്നെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കിട്ടുന്ന ശമ്പളത്തിൽ വലിയ വ്യത്യാസമുണ്ട്. വെയ്ജ് ഗ്യാപ്പ്. അത് ശരിയാണ്. ആരോഗ്യ സൂചികകൾ ഇനിയും മെച്ചപ്പെടാനുണ്ട്. നയങ്ങളുണ്ടാക്കുന്ന സമിതികളിലും വലിയ കമ്പനികളുടെ ബോർഡുകളിലുമൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇപ്പോഴും കുറവാണ്. കെയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യമോ? അതും ഒരു പ്രശ്നമാണ്. ശിശു സംരക്ഷണം, പ്രായമായവരുടെ പരിപാലനം, ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ, കെയർ ഇൻഫ്രാസ്ട്രക്ചർ, അതിൽ വേണ്ടത്ര നിക്ഷേപം വരുന്നില്ല. അതും സ്ത്രീകളെ വീട്ടുജോലികളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ ലിംഗസമത്വം എന്ന് പറയുന്നത് വെറുമൊരു സാമൂഹിക നീതിയുടെ പ്രശ്നം മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്കും, ജനസംഖ്യാപരമായ ഒരു സുസ്ഥിരതയ്ക്കും ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വളരെ കൃത്യമാണ്. ഇനി മുന്നോട്ട് എന്തു ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ജെൻഡർ ബഡ്ജറ്റിംഗ്, അതായത് ലിംഗസമത്വം ഉറപ്പാക്കുന്ന ബഡ്ജറ്റ്, അത് കാര്യക്ഷമമായി നടപ്പാക്കണം. വെറും കടലാസിലൊതുങ്ങിയാൽ പോരാ, പ്രായോഗിക തലത്തിൽ വരണം. അതെ. പിന്നെ ഈ ടൈം യൂസ് സർവേകൾ ഉപയോഗിച്ച് ശമ്പളമില്ലാത്ത പരിചരണ ജോലിയുടെ മൂല്യം കണക്കാക്കണം. അത് ദേശീയ വരുമാനത്തിന്റെ ഭാഗമാക്കണം. നല്ല നിർദ്ദേശം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും മുൻഗണന നൽകണം. ഉറുഗ്വേ, ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളെ മാതൃകയാക്കി കെയർ ഇക്കോണമിയിൽ, അതായത് ഈ പരിചരണ മേഖലയിലെ സാമ്പത്തിക വ്യവസ്ഥയിൽ കൂടുതൽ നിക്ഷേപം നടത്തണം. ശിശു സംരക്ഷണം, വൃദ്ധജന പരിപാലനം പോലുള്ളവയിൽ. അതെ, ഏറ്റവും പ്രധാനമായിട്ട് നയങ്ങളുണ്ടാക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. ശരി, ഈ വിശകലനം നമുക്ക് തൽക്കാലം എവിടെ നിർത്താം. ഇനി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. പോവുന്നതിനു മുൻപ് നിങ്ങൾ ചിന്തിക്കാൻ ഒരു കാര്യം കൂടി. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും അത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഈ വേതനമില്ലാത്ത പരിചരണ ജോലികൾ, ഇതിന് അർഹിക്കുന്ന ഒരു മൂല്യവും അംഗീകാരവും നൽകാൻ വ്യക്തിഗത തലത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമസ്കാരം, ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അസ്ത്ര മിസൈൽ. നമ്മുടെ കയ്യിലുള്ളത് അസ്ത്ര മിസൈൽ തദ്ദേശീയ വ്യോമയാന ശക്തി എന്ന ഒരു ലേഖനമാണ്. ഇതിലെ പ്രധാന വിവരങ്ങൾ,
അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ, അതായത് UPSC പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഇതെങ്ങനെ പ്രസക്തമാവുന്നു എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഏറ്റവും പുതിയ വാർത്തയായിട്ട് വരുന്നത് നമ്മുടെ DRDOയും ഇന്ത്യൻ എയർഫോഴ്സും IAF ചേർന്ന് തദ്ദേശീയമായി ഉണ്ടാക്കിയ ഈ അസ്ത്ര മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ്. ലേഖനത്തിൽ പറയുന്നത് ഇതൊരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ, അതായത് BVRAM ആണെന്നാണ്. അതെ, BVRAM. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, എന്താ പറയുക, പൈലറ്റിന് നേരിട്ട് കാണാൻ പറ്റുന്ന ദൂരത്തിനപ്പുറമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിവുള്ള മിസൈൽ. അതാണ് BVRAM. ഓക്കെ. അപ്പോ ശത്രുവിമാനത്തെ നേരിട്ട് കാണണമെന്നില്ല, ദൂരെ നിന്ന് തന്നെ ലോക്ക് ചെയ്തു വിടാം. ആ, അത് പൈലറ്റിനും വിമാനത്തിനും കൂടുതൽ സുരക്ഷ നൽകുമല്ലോ, അല്ലേ? തീർച്ചയായും. സുരക്ഷ മാത്രമല്ല, ആകാശയുദ്ധത്തിൽ ഒരു മേൽക്കൈ കിട്ടാനും ഇത് സഹായിക്കും. ശരിക്കും ഇന്നത്തെ ഒരു യുദ്ധതന്ത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പരീക്ഷണത്തിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച റേഡിയോ ഫ്രീക്വൻസി, അതായത് RF സീക്കർ ആണെന്നതാണ്. ഒഡീഷ തീരത്ത് Su-30 MKI വിമാനത്തിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചതെന്നും പിന്നെ ആളില്ലാ വിമാനങ്ങളെ വരെ കൃത്യമായി തകർത്തു എന്നും പറയുന്നുണ്ട്. ഈ തദ്ദേശീയ RF സീക്കർ എന്താണ് ഇതിന് ഇത്ര പ്രാധാന്യം വരുന്നത്? നല്ല ചോദ്യം. ഈ സീക്കർ എന്ന് പറയുന്നത് ഒരു മിസൈലിന്റെ കണ്ണ് ആണെന്ന് പറയാം. കണ്ണ്? അതെ. ലക്ഷ്യം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് മിസൈലിനെ കൃത്യമായി നയിക്കുന്ന ഗൈഡൻസ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതാണ് സീക്കർ. ഓക്കെ. ഇത് നമ്മൾ സ്വന്തമായി തദ്ദേശീയമായി ഉണ്ടാക്കി എന്നത്, എന്താ പറയുക, നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. കാരണം ഈ സീക്കർ ടെക്നോളജി അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. മിക്ക രാജ്യങ്ങളും ഇതിന് പുറത്തുനിന്നുള്ള സഹായം തേടാറുണ്ട്. ശരിയാണ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ വികസിപ്പിച്ചത് വഴി ഈ നിർണായക സാങ്കേതിക വിദ്യയും നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ പറ്റി. വിദേശ ആശ്രയത്വം കുറയ്ക്കാനും പറ്റി. അപ്പോൾ ഈ ടെക്നോളജിയിൽ ഒരു സ്വാശ്രയത്വം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒട്ടും എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ വിജയം ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നത്. ഇനിയിപ്പോ നമ്മുടെ UPSC പരീക്ഷയുടെ കാര്യം നോക്കിയാലോ? അതെ. നിങ്ങൾക്കറിയാമല്ലോ, ഇത് സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യ എന്ന ഭാഗത്താണ് വരുന്നത്. പ്രിലിംസിനു വേണ്ടി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1. ഈ BVRAM എന്താണ്? ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ. അതിന്റെ പ്രാധാന്യം എന്താണ്? ഇത് ഓർത്തിരിക്കണം. ഓക്കെ. 2. സീക്കർ എന്താണ് അതിന്റെ ഫംഗ്ഷൻ, പ്രത്യേകിച്ച് ഈ തദ്ദേശീയ RF സീക്കറിന്റെ പ്രാധാന്യം. അത് ആത്മനിർഭർ ഭാരത് എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. ശരി. 3. അസ്ത്ര മിസൈൽ തന്നെ. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ BVRAM. DRDO ആണ് ഉണ്ടാക്കിയത്. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാം, രാത്രിയും പകലും പ്രശ്നമില്ല. പിന്നെ Su-30 MKI, തേജസ്, MiG-29, മിറാഷ് 2000 അങ്ങനെ പലതരം വിമാനങ്ങളിൽ ഘടിപ്പിക്കാം. പല വിമാനങ്ങളിലും ഉപയോഗിക്കാമല്ലേ? അതെ. 4. പോയിന്റ്, സംയോജിത പരീക്ഷണ റേഞ്ച് ITR. ഈ പരീക്ഷണങ്ങളൊക്കെ നടന്ന ഒഡീഷയിലെ ചാന്ദിപ്പൂർ, അതായത് ഇപ്പോഴത്തെ അബ്ദുൽ കലാം ദ്വീപ് ഉൾപ്പെടുന്ന ആ ഒരു സ്ഥലം, അതെവിടെയാണെന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മാപ്പ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളിലൊക്കെ വരാം. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാല് ഈ അസ്ത്ര മിസൈൽ, പ്രത്യേകിച്ചും അതിന്റെ തദ്ദേശീയ സീക്കർ ടെക്നോളജി, ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ചിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. നമ്മുടെ സ്വാശ്രയത്വത്തിനുള്ള ഒരു വലിയ തെളിവ് കൂടിയാണ്. ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത് എന്തായാലും പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും. അപ്പോ അസ്ത്ര മിസൈലിനെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. പ്രതിരോധവും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഒരു ചിന്ത പങ്കുവയ്ക്കാനാണ്. ഈ അസ്ത്രയുടെ RF സീക്കർ പോലെയുള്ള നേട്ടങ്ങൾ, അതൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ തന്നെ ഒരു മിസൈലിലെ ഒരു ഭാഗം മാത്രം തദ്ദേശീയമാക്കിയാൽ മതിയോ? അതോ ഇതുപോലുള്ള സങ്കീർണമായ സിസ്റ്റങ്ങളിൽ ശരിക്കും പൂർണ്ണമായ അർത്ഥത്തിൽ, അതായത് തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്വാശ്രയത്വം നേടാൻ നമുക്ക് ഇനിയും എന്തൊക്കെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്? അതും കൂടി നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. വെല്ലുവിളികൾ ഇനിയുമുണ്ട്. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യ ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന അന്താരാഷ്ട്ര മനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ് കോൺഫറൻസ്.
വിജ്ഞാന ഭാരതം കയ്യെഴുത്ത് പാരമ്പര്യ സമ്മേളനം എന്ന ആർട്ടിക്കിളിനെ ബേസ് ചെയ്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഇതെന്തായാലും ശ്രദ്ധിക്കണം. പ്രിലിംസിന് ഇത് വരാൻ സാധ്യതയുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ പൈതൃകം കയ്യെഴുത്ത് പ്രതികൾ എന്ന ഭാഗത്ത്. ശരിയാണ്. അതുപോലെ കറന്റ് ഇവന്റ്സിലും വരാം, ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ. അതെ. അപ്പോ ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യ ആദ്യമായിട്ടാണല്ലേ? അതെ, ഇങ്ങനെയൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള കയ്യെഴുത്തുപ്രതി സമ്മേളനം ഇന്ത്യയിൽ ആദ്യമായാണ്. കയ്യെഴുത്ത് പൈതൃകത്തിലൂടെ ഇന്ത്യയുടെ വിജ്ഞാന പാരമ്പര്യം വീണ്ടെടുക്കുക, അതാണ് പ്രമേയം. പ്രമേയം അതിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. എന്താണ് ഈ വീണ്ടെടുക്കുക എന്നതുകൊണ്ട് ഇപ്പൊ ഇത്ര എന്താ പറയാ ഫോക്കസ് കൊടുക്കാൻ കാരണം? അതായത് ഈ കയ്യെഴുത്ത് പ്രതികളെന്ന് പറയുന്നത് വെറും പഴയ എഴുത്തുകളല്ല, അതിലൊരുപാട് അറിവുകളുണ്ട്. തത്വചിന്ത, ശാസ്ത്രം, കല, സാഹിത്യം, ചരിത്രം, അങ്ങനെ പലതും ഒരുപക്ഷേ ഇന്നത്തെ കാലത്തും നമ്മ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം. ആ ഒരു തുടർച്ച നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ ശ്രമം. ഓക്കേ. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഗ്യാൻ ഭാരത മിഷൻ എന്നൊരു പുതിയ ദൗത്യം തുടങ്ങുന്നു എന്നും കേട്ടല്ലോ, ഡൽഹിയില്. അതെ, അതൊരു പുതിയ കാര്യമാണ്. പക്ഷേ 2003 മുതൽ നാഷണൽ മിഷൻ ഫോർ മാനസ്ക്രിപ്റ്റ്സ്, അതായത് NMM നിലവിലുണ്ടല്ലോ. ഉണ്ട്. NMM ഒരുപാട് കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കയ്യെഴുത്തു പ്രതികൾ കണ്ടെത്തുക, സംരക്ഷിക്കുക, കാറ്റലോഗ് ചെയ്യുക എന്നതൊക്കെയാണ് അവരുടെ പ്രധാന ജോലികൾ. അപ്പം ഈ പുതിയ മിഷൻ, ഗ്യാൻ ഭാരത മിഷൻ ഒരുപക്ഷേ ഇതിന്റെ ഒരു അടുത്ത ഘട്ടമായിരിക്കാം. ഒരു വലിയ ക്യാൻവാസിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ. ചിലപ്പോൾ ഡിജിറ്റൈസേഷൻ കൂട്ടുക, ഗവേഷണ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, പിന്നെ ഈ അറിവ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടാവാം. ശരി. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമായിരിക്കും. അതെ. പിന്നെ ഈ സമ്മേളനത്തിന്റെ തീയതിക്കൊരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞല്ലോ, സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗവുമായി ബന്ധപ്പെട്ട്. അതും ശ്രദ്ധേയമാണ്. സെപ്റ്റംബർ 11, 1893 ആ പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിന്റെ ഓർമ്മ. ഭാരതത്തിന്റെ ജ്ഞാനവും തത്വങ്ങളും സഹിഷ്ണുതയുടെ സന്ദേശവുമൊക്കെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ദിവസമാണത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച പോലെ നമ്മുടെ പൈതൃകം വീണ്ടും ലോകത്തിനു മുന്നിൽ എത്തിക്കുക എന്നതാണോ? ഒരു തരത്തിൽ അങ്ങനെ കാണാം. നമ്മുടെ കയ്യെഴുത്തു പ്രതികളിലെ അറിവ് വീണ്ടെടുത്ത് ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതും അതും ഒരുതരം പരിചയപ്പെടുത്തൽ തന്നെയാണല്ലോ. നമ്മൾ ഈ കയ്യെഴുത്തു പ്രതികൾ, മാനുസ്ക്രിപ്റ്റ്സ് എന്നൊക്കെ പറയുന്നു. എന്താണ് അതുകൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ? എന്നുവെച്ചാൽ കൈകൊണ്ട് എഴുതിയ രേഖകളാണ്, ചരിത്രപരമായ മൂല്യമുള്ളവ. പണ്ട് അച്ചടിയൊന്നുമില്ലാതിരുന്ന കാലത്ത് അറിവുകൾ രേഖപ്പെടുത്തി വച്ചിരുന്നത് ഇങ്ങനെയാണ്. എന്തിലൊക്കെയാണ് എഴുതിയിരുന്നത്? പ്രധാനമായും താളിയോലകൾ, പിന്നെ മരത്തിന്റെ തൊലി, പിന്നീട് കടലാസ് വന്നപ്പോൾ കടലാസിലും എഴുതി. ഇവ വെറും പഴയ പുസ്തകങ്ങളല്ല, നമ്മുടെ പൂർവീകർ എന്ത് ചിന്തിച്ചു, എന്ത് കണ്ടെത്തി എന്നൊക്കെ നേരിട്ട് മനസ്സിലാക്കാനുള്ള വഴികളാണ്. അതായത് പ്രൈമറി സോഴ്സസ്. ഇവ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലേ? തീർച്ചയായും. കാരണം കാലപ്പഴക്കം കൊണ്ട് നശിച്ചുപോകാൻ സാധ്യതയുണ്ട്, ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ. ആഗോളതലത്തിൽ ഇതിനായി എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ, യുനെസ്കോ പോലെ? ഉണ്ട്. യുനെസ്കോയ്ക്ക് മെമ്മറി ഓഫ് ദ വേൾഡ് എന്നൊരു പ്രോഗ്രാമുണ്ട്. 1992 തുടങ്ങിയതാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററി പൈതൃകങ്ങൾ, അതിപ്പോ കയ്യെഴുത്തു പ്രതികളോ പഴയ രേഖകളോ ഓഡിയോ വിഷ്വൽ മെറ്റീരിയലോ ഒക്കെ ആകാം, അതൊക്കെ സംരക്ഷിക്കാനും അവബോധം നൽകാനുമുള്ള പദ്ധതിയാണത്. ഇന്ത്യയിൽ നിന്നുള്ള എന്തെങ്കിലും അതിലുണ്ടോ? ഉണ്ട്. അതാണ് ശ്രദ്ധേയം. ഋഗ്വേദത്തിന്റെ വളരെ പഴയ കയ്യെഴുത്തു പ്രതികളും പിന്നെ തമിഴ്നാട്ടിലെ ശൈവസിദ്ധാന്ത ഗ്രന്ഥങ്ങളുമൊക്കെ യുനെസ്കോയുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? 1. ഇന്ത്യ ആദ്യമായി ഹോസ്റ്റ് ചെയ്യുന്ന അന്താരാഷ്ട്ര മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ് കോൺഫറൻസ്. 2. പുതുതായി ലോഞ്ച് ചെയ്ത ഗ്യാൻ ഭാരതം മിഷൻ. 3. നിലവിലുള്ള നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ്, അതായത് NMM, 2003 തുടങ്ങിയത്. 4. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് പ്രോഗ്രാം. പിന്നെ എന്താണ് കയ്യെഴുത്ത് പ്രതികൾ എന്നതും അവയുടെ പ്രാധാന്യവും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ്. അതെ. പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി. നമ്മളിന്നിപ്പോൾ ഒരു ക്ലിക്കിൽ എന്ത് വിവരവും കിട്ടുന്ന ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ പണ്ടുള്ളവർ ഒരു താളിയോലയിൽ
ഒരക്ഷരം പോലും തെറ്റാതെ പകർത്തിയെഴുതാനും ആ അറിവ് തലമുറകളിലേക്ക് കൈമാറാനും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നെന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു പ്രയത്നത്തെയും ആ അറിവിന്റെ ആഴത്തെയും നമ്മളിന്ന് എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട്, അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. വളരെ ശരിയാണ്. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം. ഈ വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പുതിയ യുനെസ്കോ ലോക പൈതൃക സ്ഥലത്തെ പറ്റിയാണ്. ആ പുതിയ എൻട്രിയല്ലേ, മറാഠ സൈനിക ഭൂപ്രകൃതി. അതെ, മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്സ്. നമ്മുടെ മുന്നിൽ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോ എന്താണ് ഈ അംഗീകാരം? എന്തുകൊണ്ട് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാവുന്നു? പിന്നെ പ്രത്യേകിച്ച് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കിത് എങ്ങനെ പ്രയോജനപ്പെടും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇത് UPSC സിലബസിൽ എവിടെ വരുമെന്ന് നോക്കാം, അല്ലേ? പ്രിലിംസിന് നോക്കുവാണെങ്കിൽ ഉറപ്പായും ആർട്ട് ആൻഡ് കൾച്ചർ. അതിൽ ഈ യുനെസ്കോ സൈറ്റുകൾ, കോട്ടകളുടെ വാസ്തുവിദ്യ ഒക്കെ വരും. അതെ, പിന്നെ ഹിസ്റ്ററിയിലും മറാഠ സാമ്രാജ്യം പഠിക്കുമ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ശരിയാണ്. അതുപോലെ കറന്റ് ഇവന്റ്സ് എന്ന നിലയ്ക്കും ഇതിന് പ്രാധാന്യമുണ്ട്. ദേശീയവും അന്തർദേശീയവുമായ കാര്യങ്ങളിൽ വരുമല്ലോ. തീർച്ചയായും. അപ്പോ എന്താണ് പ്രധാന വാർത്ത? ഈ മറാഠ ഭരണാധികാരികളുടെ സൈനിക വൈഭവവും കോട്ട കെട്ടാനുള്ള അവരുടെ കഴിവുമൊക്കെ അടയാളപ്പെടുത്തുന്ന മറാഠ സൈനിക ഭൂപ്രകൃതിക്ക് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം കിട്ടി. പാരീസിൽ വെച്ച് നടന്ന വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ മീറ്റിംഗിലാണ് ഇത് തീരുമാനിച്ചത്. അതെ, 47ാമത് സമ്മേളനത്തിൽ. ഈ WHC ആണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരൊറ്റ കോട്ടയല്ല. അല്ല, അതൊരു ശൃംഖലയാണ്. അതെ, 12 കോട്ടകൾ ചേർന്ന ഒരു ശൃംഖല. അതിനെയാണ് ഈ സീരിയൽ നോമിനേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ. പക്ഷേ അതിലേക്ക് പോകും മുന്നേ എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പെട്ടെന്നൊന്ന് പറയാം. ഓക്കെ. അതായത് സാംസ്കാരികമായോ ചരിത്രപരമായോ അല്ലെങ്കിൽ ശാസ്ത്രീയമായോ ഒക്കെ ഭയങ്കര പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര തലത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ. ഇതിനെ സാധാരണ കൾച്ചറൽ, നാച്ചുറൽ അല്ലെങ്കിൽ രണ്ടും ചേർന്ന മിക്സഡ് സൈറ്റ്സ് എന്നിങ്ങനെ തരംതിരിക്കും. അപ്പൊ ഈ മറാഠ സൈനിക ഭൂപ്രകൃതി ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഇത് കൾച്ചറൽ സൈറ്റാണ്, സാംസ്കാരിക പൈതൃക സ്ഥലം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ സീരിയൽ നോമിനേഷൻ അതെന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമോ? പറയാം. അതായത് പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന പക്ഷെ ഒരു പൊതുവായ ആശയം അല്ലെങ്കിൽ ചരിത്രം പങ്കുവയ്ക്കുന്ന കുറെ ഘടകങ്ങളെ ഒരുമിച്ച് ഒരു ഹെറിറ്റേജ് സ്റ്റാറ്റസിനു വേണ്ടി നോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഈ മറാഠ കോട്ടകൾ അതിനൊരു നല്ല ഉദാഹരണമാണ്. മഹാരാഷ്ട്രയിലെ സൽഹർ, ശിവനേരി, ലോഹ്ഗഡ്, ഖണ്ഡേരി, റായ്ഗഡ്, രാജ്ഗഡ് അങ്ങനെ കുറെ. പിന്നെ തമിഴ്നാട്ടിലെ ജിഞ്ചിയം. മൊത്തം 12 കോട്ടകളുണ്ട് ഈ ലിസ്റ്റില്. ഓ, അപ്പൊ 12 വ്യത്യസ്ത സ്ഥലങ്ങൾ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമായിട്ട്. അതെ. അപ്പോ എന്താണ് ഈ കോട്ടകളുടെ ശരിക്കുമുള്ള പ്രാധാന്യം? എന്തുകൊണ്ടായിരിക്കാം യുനെസ്കോ ഇതിന് അംഗീകാരം കൊടുത്തത്? ശരിക്കും അവിടെയാണ് ഇതിന്റെ ഒരു ഭംഗി. ഈ കോട്ടകൾ വെറും കെട്ടിടങ്ങളല്ല, മറാഠ സാമ്രാജ്യത്തിന്റെ ആ ഒരു സൈനിക തന്ത്രങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണിവ. കുന്നിൻ മുകളിലുള്ള കോട്ടകൾ ഇപ്പോ റായ്ഗഡ് പോലെ, പിന്നെ ദ്വീപിലുള്ള കോട്ട സിന്ധുദുർഗ്, കടൽ തീരത്തുള്ള വിജയ് ദുർഗ്, ഇങ്ങനെ പലതരം ഭൂപ്രകൃതിയിൽ അവർ കോട്ട കെട്ടി. അത് കൊള്ളാം. അതെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ആ പ്രകൃതിയെ ഒരു തടസ്സമായിട്ടല്ല കണ്ടത്, മറിച്ച് പ്രതിരോധത്തിന്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്. ഓക്കെ. കുന്നിന്റെ ചെരിവ്, കടല്, പുഴകൾ ഇതിനെയൊക്കെ ഡിസൈനിൽ ഉൾപ്പെടുത്തി ശത്രുക്കൾക്ക് അത്ര പെട്ടെന്നൊന്നും കേറിപ്പറ്റാൻ പറ്റാത്ത രീതിയിൽ ആ ലാൻഡ്സ്കേപ്പുമായി അങ്ങോട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു നിർമ്മാണ രീതി. അപ്പോൾ വെറുമൊരു കെട്ടിടം പണിയല്ല, ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു തന്ത്രം. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഒരു സ്ട്രാറ്റജിക് ലാൻഡ് യൂസ് ആയിരുന്നു അത്. ചുരുക്കി പറഞ്ഞാല് ഈ 12 കോട്ടകളിലൂടെ മറാഠന്മാർ അവരുടെ സൈനിക വാസ്തുവിദ്യയുടെയും തന്ത്രപരമായ മിടുക്കിന്റെയും ഒരു വലിയ ചിത്രം ലോകത്തിന് കാണിച്ചുകൊടുത്തു. അതിനാണ് ഈ അംഗീകാരം. അതെ. ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട് ശരിക്കും. എന്താണത്? പ്രകൃതിയെയും മനുഷ്യന്റെ നിർമ്മിതികളെയും എങ്ങനെ പ്രതിരോധത്തിനും നിലനിൽപ്പിനുമായിട്ട് ഒരുമിപ്പിക്കാമെന്നതിന്റെ ഒരു ചരിത്രപരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഇത് ഹിസ്റ്ററിക്ക് അപ്പുറത്തും ചിന്തിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. ശരിയാണ്. ഈ അംഗീകാരം കിട്ടിയെങ്കിലും ഈ 12 വ്യത്യസ്ത സ്ഥലങ്ങളിലെ കോട്ടകളെ സംരക്ഷിക്കുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്, അല്ലേ? തീർച്ചയായും. അതൊരു വെല്ലുവിളിയാണ്, പക്ഷേ അത് അത്യാവശ്യവുമാണ്. ഈ ചരിത്ര സ്മാരകങ്ങൾ വരും തലമുറയ്ക്ക് അതേപോലെ കൈമാറണം. ശരിയാണ്.
അപ്പോ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് തൽക്കാലം വിടവാകാം. അടുത്തതായിട്ട് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഇന്ത്യയിലെ നിർമ്മാണ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, എങ്ങനെ ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കാര്യങ്ങൾ ശരിക്കും മാറ്റിമറിക്കുന്നുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും. ഇത് ഇപ്പോൾ UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഓഹോ, അത് എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പ്രിലിംസിനും മെയിൻസിനുമൊക്കെ? ശരിയാണ്. പ്രിലിംസിനെ നോക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത് ചോദ്യങ്ങൾ വരാം. AI, IoT, റോബോട്ടിക്സ്, പിന്നെ ഈ ഡിജിറ്റൽ ട്വിൻ പോലുള്ള കാര്യങ്ങൾ. അതോടൊപ്പം ഇന്ത്യൻ ഇക്കോണമിയിൽ നിർമ്മാണ മേഖല, പിന്നെ ഗവൺമെന്റ് പോളിസികൾ, ഇപ്പോൾ ഈ AI മിഷനൊക്കെ ഇതിൽ വരും. ഓക്കെ. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 3 ഉണ്ടല്ലോ, അതിലെ സയൻസ് ആൻഡ് ടെക്, ഇന്ത്യൻ ഇക്കോണമി, ഇൻഡസ്ട്രിയൽ പോളിസി, ഇതുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ട്. ചിലപ്പോൾ ഒരു എസ്സെ ടോപ്പിക്കായിട്ട് പോലും വരാം. ടെക്നോളജിയും വികസനവും, ഇൻഡസ്ട്രി 4.0 അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തിയൊക്കെ. ശരി ശരി. അപ്പോ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിർമ്മാണ മേഖലയിൽ AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ്. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലെ നിർമ്മാണ കമ്പനികളിൽ AI ഉപയോഗം ഒരു വർഷം കൊണ്ട് 8% നിന്ന് 22% കൂടിയെന്നതാണ്. 8 നിന്ന് 22 അത് വലിയൊരു കുതിച്ചുചാട്ടമാണല്ലോ. അതെ അതെ, വളരെ വലുതാണ്. എന്തായിരിക്കും ഇതിന് കാരണം? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ വലതും? ഒരു പ്രധാന കാരണം ഗവൺമെന്റിന്റെ ഏകദേശം 10,000 കോടി രൂപയുടെ AI മിഷൻ തന്നെയാണ്. അത് എന്താ പറയാ, ഒരു വലിയ പ്രോത്സാഹനമാണ്. 10,372 കോടി അല്ലേ? മെയിന്റനൻസ്. പ്രിഡിക്റ്റീവ് മെയിന്റനൻസ്. അതെന്താണ്? ലളിതമായി പറഞ്ഞാൽ അതായത് മെഷീനുകളിൽ സെൻസറുകൾ വെച്ചിട്ടുണ്ടാവും. ഈ സെൻസറുകളിൽ നിന്നുള്ള ഡേറ്റ AI ഇങ്ങനെ തുടർച്ചയായി അനലൈസ് ചെയ്യും. എന്നിട്ട് ഒരു മെഷീൻ എപ്പോഴാണ് കേടാവാൻ സാധ്യത, എന്താണ് പ്രശ്നം വരാൻ പോകുന്നത് എന്നൊക്കെ മുൻകൂട്ടി പറയും. ഓക്കെ. അപ്പോൾ പെട്ടെന്നുള്ള ബ്രേക്ക് ഡൗൺ ഒഴിവാക്കാം. അതുതന്നെ, അറ്റകുറ്റപ്പണികൾ പ്ലാൻ ചെയ്യാം, ആവശ്യമില്ലാത്ത ചെലവ് കുറയ്ക്കാം, സമയം ലാഭിക്കാം. വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനം. പിന്നെ കോബോട്ടുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ, സഹകരണ റോബോട്ടുകൾ. കോബോട്ടുകൾ. അവർ മനുഷ്യർക്ക് പകരക്കാരല്ല, മനുഷ്യരുടെ കൂടെ നിന്ന് സഹായിക്കുന്ന റോബോട്ടുകളാണ്. അതായത് ഇപ്പോ ഒരേപോലത്തെ പണി ആവർത്തിച്ചു ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ കോബോട്ടുകൾ സഹായിക്കും. ഇത് തൊഴിലാളികളുടെ ജോലിഭാരം കുറയ്ക്കും, സുരക്ഷയും കൂട്ടും. അതുപോലെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ AI വിഷൻ സിസ്റ്റംസ്, അതും കാര്യക്ഷമത കൂട്ടുന്നുണ്ട്. ശരിയാണ്. പിന്നെ പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനും മറ്റും ജനറേറ്റീവ് AI ഉപയോഗിക്കുന്നു എന്നും കേട്ടു. ഡിജിറ്റൽ ട്വിൻ എന്നൊരു വാക്കും ഇതിൽ കണ്ടു. അതെന്താണ് സംഭവം? ഡിജിറ്റൽ ട്വിൻ, അത് രസകരമായ ഒരു ആശയമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ വസ്തു, അതായത് ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി തന്നെയോ, അതിന്റെ ഒരു ഡിജിറ്റൽ പകർപ്പ്, ഒരു വെർച്വൽ മോഡൽ ഉണ്ടാക്കുകയാണ് കമ്പ്യൂട്ടറിൽ. ഇത് തത്സമയം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. തത്സമയം, അതെ. IoT സെൻസറുകൾ വഴി ഒറിജിനൽ ഫാക്ടറിയിലെ ഡേറ്റ ഈ ഡിജിറ്റൽ മോഡലിലേക്ക് വരും. അപ്പോൾ ഗുണമെന്താന്ന് വെച്ചാൽ, യഥാർത്ഥ ഫാക്ടറിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് മുൻപ് ഈ ഡിജിറ്റൽ മോഡലിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സിമുലേറ്റ് ചെയ്യാം, ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാന്ന് കണ്ടെത്താം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യകളെല്ലാം ചേർന്ന് ഇന്ത്യയുടെ വലിയ ലക്ഷ്യങ്ങളെ, മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ളവയെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതാണ് പ്രധാനം. AI ഉപയോഗിക്കുന്നതിലൂടെ ഉൽപ്പാദനക്ഷമത കൂടുന്നു, നല്ല രീതിയിൽ കൂടുന്നുണ്ട്. പിന്നെ ഉൽപ്പാദന ചെലവ് കുറയുന്നു, ക്വാളിറ്റി, അതായത് ഗുണമേന്മ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തുന്നു. ഇതെല്ലാം ഇന്ത്യൻ കമ്പനികളുടെ മത്സരക്ഷമത കൂട്ടും. ഗ്ലോബൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ഇത് അത്യാവശ്യമാണ്. നിങ്ങൾ നോക്കൂ, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് CPCL പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും AI ഉപയോഗിക്കാൻ തുടങ്ങി. ശരിയാണ്. അപ്പോൾ ഇത് രാജ്യത്തിന്റെ ആ ഒരു 5 ട്രില്യൺ ഇക്കോണമി എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു പ്രധാന പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതകൾ വലുതാണ്. പക്ഷേ ഏത് പുതിയ ടെക്നോളജി വരുമ്പോഴും ചില വെല്ലുവിളികളും ഉണ്ടാവുമല്ലോ. ഇതിലുണ്ടോ അത്തരം കാര്യങ്ങൾ? തീർച്ചയായും വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകളുടെ കുറവ്, ടാലന്റ് ഷോർട്ടേജ് എന്ന് പറയും. അത് പ്രധാനമാണല്ലോ.
പിന്നെ ഈ സിസ്റ്റം സ്ഥാപിക്കാനുള്ള ആദ്യത്തെ ചെലവ് അത് കൂടുതലാണ്. പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക്, അതായത് MSMEകൾക്ക്. അവർക്ക് താങ്ങാൻ പറ്റണമെന്നില്ല. അതെ, അതൊരു പ്രശ്നമാണ്. പിന്നെ ഓട്ടോമേഷൻ കൂടുമ്പോൾ ചില ജോലികൾ ഇല്ലാതാവുമോ എന്നൊരു പേടി സ്വാഭാവികമായും ഉണ്ട്. അപ്പോ റീസ്കില്ലിംഗ് ആവശ്യമായി വരും അല്ലേ? തീർച്ചയായും തൊഴിലാളികളെ പുതിയ സ്കിൽസ് പഠിപ്പിക്കണം. ഡേറ്റ സുരക്ഷ, ഡേറ്റ പ്രൈവസി, അതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ചില നൈതിക പ്രശ്നങ്ങളും വരാം. അപ്പോ ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാം? എന്താണ് മുന്നോട്ടുള്ള വഴി? ഇവരെല്ലാം ചേർന്ന് ഈ സ്കിൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കണം. ഡാറ്റ ഗവേണൻസ്, അതായത് ഡാറ്റ എങ്ങനെ ഉപയോഗിക്കണം, AI എങ്ങനെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണം എന്നതിനൊക്കെ വ്യക്തമായ നിയമങ്ങളും ഗൈഡ് ലൈൻസും വേണം. ശരി. പിന്നെ AIയെ ഒരു എതിരാളിയായി കാണാതെ മനുഷ്യന്റെ കഴിവിനെ വർദ്ധിപ്പിക്കുന്ന ഒരു സഹായിയായി കാണണം. തൊഴിലാളികൾക്ക് അതിനനുസരിച്ചുള്ള പരിശീലനം കൊടുക്കണം. MSMEകൾക്ക് സാമ്പത്തിക സഹായം, ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് അവരെയും ഇതിന്റെ ഭാഗമാക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശകലനം നമുക്കിവിടെ നിർത്താം. നിർമ്മാണ മേഖലയിലെ AIയെക്കുറിച്ചും UPSC പരീക്ഷാ കാഴ്ചപ്പാടിലുള്ള ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഒരു കാര്യം കൂടി ചിന്തിക്കാൻ വിടുന്നു. ഈ ഓട്ടോമേഷനും AIയും ഒക്കെ കൂടുമ്പോൾ ഭാവിയിൽ മനുഷ്യന്റെ ഏതൊക്കെ കഴിവുകൾക്കായിരിക്കും ഏറ്റവും ഡിമാൻഡ് ഉണ്ടാവുക? അതൊന്ന് ആലോചിക്കാവുന്നതാണ്. നല്ലൊരു ചോദ്യമാണ്. ശരി, അപ്പോൾ നാളത്തെ ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം.